ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. 829 കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവരും എൻ്റെ അറിവിൻ്റെ കൂടാതെ വന്ന യൂട്യൂബ് ചാനൽ കണ്ട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആരും തന്നെ ചീത്ത കമൻ്റ് ഒന്നും എനിക്ക് ഇടുന്നില്ല. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ലൊക്കേഷൻ കാഴ്ചകളും അതുപോലെ കുറച്ച് അറിവും കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ ഓണമാണ് നമുക്ക് വരുന്നത്, അല്ലേ? ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്. ഓണത്തിന് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഷോപ്പ് ചെയ്യാനായിട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഓണത്തിന് എല്ലാവരും പറയും ഓണത്തിന് ഞങ്ങളൊന്നും വയ്ക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞാലും ഓണത്തിന് എല്ലാ വീട്ടിലും ഓണസദ്യ ഉണ്ടാക്കും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ വന്ന് ഓണസദ്യ ഉണ്ടാക്കുക. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി എങ്കിലും അച്ഛനും അമ്മയെല്ലാം ആലോചിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന അതുപോലെ നമ്മൾ ചെറുകറികളൊക്കെ ഉണ്ടാക്കണം. അതുപോലെ ഓണസദ്യ ഒരുക്കണം. ആര് വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ വീട് പട്ടിണി ഇടരുത്. ഇനി നമ്മളൊറ്റയ്ക്കേ ഉള്ളൂ എന്ന് കരുതി നമ്മുടെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കാതെ ഓണസദ്യ വരുത്തി കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഓണത്തിൻ്റെ അന്ന് നമ്മളിൽ മരിച്ചു പോയിട്ടുള്ള ആത്മാക്കൾ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓണത്തിന് എല്ലാവരും വീടുകളിൽ തന്നെ സദ്യ ഉണ്ടാക്കി കഴിക്കണം. ഓണത്തിന് സദ്യ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ മണവും ഗുണവും രുചിയും എല്ലാം നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞു ചേരും. അപ്പോൾ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മണം രസിക്കാനും ശ്വസിക്കാനുമായിട്ട് നമ്മുടെ ആത്മാക്കൾ വരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ അന്നത്തെ ദിവസം ഓണസദ്യ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗണപതി ഭഗവാനെയും അതുപോലെ നിലവിളക്ക് കൊളുത്തി നമ്മൾ ഇലയുടെ വിളമ്പുന്നത്. അപ്പോൾ നമ്മൾ മരിച്ചുപോയ ആത്മാക്കളെയും കൂടെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ആ സദ്യ ഒരുക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്യണം. അതുപോലെ മഹാബലി തമ്പുരാനെ എതിരേൽക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത കേരളത്തിൻ്റെ തനതായ ഉത്സവമായ ഓണമാണ് വരാൻ പോകുന്നത്. ഓണത്തിന് എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കണം. അതുപോലെ നല്ല നല്ല സിനിമകളൊക്കെ ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും അതൊക്കെ പോയി കാണണം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആളുകൾ അല്ലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മളെക്കാളും നമ്മുടെ ബന്ധുമിത്രാദികൾ അവരുടെ വീടുകളിലൊക്കെ പോകണം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ ഗൈസ്, ബൈ.